കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗിയുടെ പരാക്രമം. രോഗിയുടെ ആക്രമണത്തിൽ ആശുപത്രി ജീവനക്കാരന് പരിക്കേറ്റു. നഴ്സിംഗ് അസിസ്റ്റന്റ് കുരിപ്പുഴ സ്വദേശി സുരേഷ് ബാബുവിനാണ് സെബാസ്റ്റ്യന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഐസിയുവിലായിരുന്നു ആക്രമണം. തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റ സുരേഷ് ബാബുവിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എന്താണ് ഉണ്ടായത്? അജിൻസ, ഇന്ന് രാവിലെയാണ് കുരിപ്പുഴ സ്വദേശിയായിട്ടുള്ള സുരേഷിനെ ഇത്തരത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ശ്വാസമുട്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ തുടർന്നായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പനിയും ഉണ്ടായിരുന്നു. ഏകദേശം 65 വയസ്സുകാരനാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളാണ് സുരേഷ് മറ്റും ചികിത്സിക്കുന്ന സമയത്ത് ഇയാൾ, അതായത് അവിടെ ഉണ്ടായിരുന്ന ഈ ട്രിപ്പ് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിലാണ് സുരേഷിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. തലയ്ക്ക് പൊട്ടലുണ്ട്, ഒപ്പം തന്നെ കഴുത്തിനും പ്രശ്നങ്ങളുണ്ട്. ഇതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സയെല്ലാം തന്നെ ജില്ലാ ആശുപത്രിയിൽ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സുരേഷിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ ആശുപത്രി അധികൃതർ ഉൾപ്പെടെ പോലീസിനോടും പറഞ്ഞിരിക്കുന്നത്. കൂടെ വന്നിരിക്കുന്ന ബന്ധുക്കളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പലവിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വളരെയധികം നാളായി ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ചികിത്സയിൽ കഴിയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആശുപത്രിക്കുള്ളിൽ വെച്ച് ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ആക്രമണം നടക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുൻകരുതലൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം ഇപ്പോഴും സെബാസ്റ്റ്യൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ സുരേഷ് ചികിത്സയിലുള്ളത്.